ദുനിയാവിന്റെ സൗഭാഗ്യം രണ്ടെണ്ണമാണെന്നാ പറയാം. രണ്ട് സൗഭാഗ്യമാണ് ദുനിയാവിലുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഭാര്യയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയാൽ. മറ്റൊന്ന്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഹലാലായ ഖൂത്ത്, ഹലാലായ ഭക്ഷണം കിട്ടുന്ന ഒരു ജോലി, ഒരു സമ്പാദ്യം, ഒരു കച്ചവടം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ രണ്ട് ഇഖ്തിയാറുകൾ അള്ളാഹു നൽകുന്ന വലിയ തൗഫീഖാണ്. നിങ്ങളുടെ ഭാര്യയെ തിരഞ്ഞെടുത്തു, നല്ലൊരു ഭാര്യയെ അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു കുടുംബത്തിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു, നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, വലിയ തൗഫീഖാണ്. ചിലപ്പോൾ തിരഞ്ഞെടുത്തപ്പോൾ ഉഷാറായിന്ന്, പിന്നെ മോശമായിപ്പോയി, നിങ്ങൾ കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് കൂലി കിട്ടും ക്ഷമിക്കുന്നതിന്. പുതിയാപ്പിളി അങ്ങനെ തന്നെയാണ്. കല്യാണമൊക്കെ ആലോചിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് എണീറ്റ് പോരാത്ത ആളാണ്, പിന്നെ നോക്കുമ്പോൾ ഫുള്ള് മയക്കുമരുന്നിൻ്റെ ആളാണ്. പിന്നെ മനസ്സിലായത് എന്താ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, ബാക്കി അലല്ലാഹ്. ഈ രണ്ട് ഇഖ്തിയാറുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹതൻ, ഒരു പെണ്ണിനല്ലാഹു, ഒരു മനുഷ്യനല്ലാഹു തആല സ്വാലിഹത്തായ ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെ നൽകിക്കഴിഞ്ഞാൽ അവന്റെ ദീനിന്റെ കഫാഹുല്ലാഹു നിസ്ഫ ദീനി, ദീനിന്റെ പകുതി അല്ലാഹു തആല അവന് പൂർത്തിയാക്കി കൊടുത്തു. ഫലിത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാഖി, ബാക്കി പകുതി അതേതാണ്? അത് ഭക്ഷണമാണ്, ഖൂത്താണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ജോലിയാണ്. ചെയ്യുന്ന ജോലി ഹലാലായ ജോലിയായിരിക്കണം, അള്ളാഹുവിന് പൊരുത്തുള്ള കച്ചവടമായിരിക്കണം. ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ പകുതി ശരിയായി, പിന്നെ പകുതി നിങ്ങൾ നോക്കണം. ഇപ്പൊ ഗൾഫുകാരെ സംബന്ധിച്ചുള്ളത് തന്നെയല്ലേ ഉള്ളൂ. ഫാമിലി ഇവിടെ ആവട്ടെ നാട്ടിലാവട്ടെ, നല്ലൊരു സ്വാലിഹത്തായ ഒരു ഭാര്യയാണെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയറായി. പിന്നെ ജോലിയല്ലേ, എവിടെ എണീറ്റ് പോവുക, രാവിലെ പണിക്ക് പോവുക, തിരിച്ചു വരിക, ഇതെല്ലാം ഇവിടെ ഉള്ളൂ. ആ ജോലിയുടെ കാര്യവും റാഹത്തിലായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമേ. വസ്തബിർ അലൈഹാ, ആ നിലപാടിൽ ക്ഷമിച്ചു നിൽക്കുകയും വേണമെന്ന്. കാരണം നിസ്കരിക്കാൻ കൽപ്പിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായിന്ന് വരും, അവിടെ ഇഷ്ടക്കേടുണ്ടായിന്ന് വരും, അവിടെ അപസ്വരങ്ങൾ ഉണ്ടായിന്ന് വരും. പക്ഷെ വസ്തബിർ, നിലനിർത്തി പോരണം, ക്ഷമയിൽ നിലനിൽക്കണം. നല്ല ക്ഷമയോടുകൂടെ ആ വിഷയം കൈകാര്യം ചെയ്യണം. എന്നാൽ പിന്നെ നിസ്കരിക്കേണ്ട, അവൾ കടന്നുറങ്ങിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? അതും ചെയ്യാൻ പറ്റില്ല. വസ്തബിർ അലൈഹ, നിങ്ങൾ ക്ഷമയോടുകൂടെ നിലനിൽക്കണം. എന്താ സംഭവിക്കാന്നറിയോ? ലാ നസ്അലുക റിസ്ഖൻ, മനുഷ്യ നിന്നോട് എനിക്ക് ഭക്ഷണം വേണം, അള്ളാഹ്ക്ക് ഭക്ഷണം വേണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ നിങ്ങളോട്. നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നഹ്നു നർസുഖുക, നിന്റെ റിസ്ഖ് ഞാൻ അങ്ങോട്ട് തരും. നീയും നിന്റെ വീട്ടുകാരും നിസ്കരിക്കണം. അള്ളാഹു തരും, നിസ്കരിക്കാത്തവർക്കും കള്ളന്മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് റിസ്ഖാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ പൊരുത്തത്തോടുകൂടെ നൽകുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടെ നൽകുന്നതിനാ റിസ്ഖ് എന്ന് പറയാം. അല്ലാത്തവർക്കൊക്കെ ദുനിയാവ് കിട്ടുന്നുണ്ട്. നിനക്ക് ഞാൻ പൊരുത്തത്തോടുകൂടെ എൻ്റെ റിസ്ഖ് തരും. അതിൻ്റെ കാരണം പറഞ്ഞ് നിസ്കരിക്കണം, വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണം എന്നാണ്. അള്ളാഹു മുഖീത്താണ്.